ഹലോ നമസ്കാരം. എല്ലാവർക്കും ടാരോനാഥത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങളുടെ മണി എനർജി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സാമ്പത്തികമായി നിങ്ങൾ എന്ത് എനർജിയിലാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അബണ്ടൻസും സാമ്പത്തിക ഭദ്രതയും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് സ്വീകരിക്കാം. ഈ റീഡിങ്ങിന് നമുക്ക് 3 കാർഡ് എടുക്കാം. ആദ്യത്തെ കാർഡ് നമ്മുടെ പ്രസൻറ്റ് കറണ്ട് എനർജി, അതായത് പണത്തിൻ്റെ എനർജി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്, മണി നിങ്ങളിലേക്ക് വരാൻ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് നിങ്ങൾ എന്ത് ചെയ്താലാണ് കൂടുതൽ അബണ്ടൻസ് അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് വരിക എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ്, അതായത് നിങ്ങളുടെ കറണ്ട് എനർജി 2 ഓഫ് വാണ്ട്സ് ആണ്. 2 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളിപ്പോൾ പ്ലാനിങ്ങിലാണ്. നിങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുമുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ കാർഡ് എന്താണ് അതിനുള്ള ബ്ലോക്ക്, അതായത് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ മുമ്പോട്ട് പോകാൻ നിങ്ങളൊരു മടി കാണിക്കുന്നു. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സമയത്തിന് ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ ഈ എനർജി മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതായത് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റിസ്ക് എടുത്ത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയാലും അത് പഴയതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് സധൈര്യം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുക. സോ എന്തൊക്കെ ടെൻഷൻ ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. സോ ഇപ്പോൾ കാണുന്ന കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാതിരിക്കരുത്. ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.